വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സംരംഭക നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. എച്ച് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സംരംഭക നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സംഗമം എച്ച് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സംരംഭകർക്ക് വിവിധ ബാങ്കുകളിൽ നിന്ന് അനുവദിച്ച വായ്പയും MLA വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ VP മനോജ്, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ B സുജാത, അമ്പലപ്പുഴ ബ്ലോക്ക് വ്യവസായ ഓഫീസർ CG അനിൽകുമാർ, നഗരസഭാ വ്യവസായ ഓഫീസർ അരുൺ S ലാൽ, ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ A അസ്ജിസ് എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ വ്യവസായ ഓഫീസർ D ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ റിട്ടയർഡ് വ്യവസായ വാണിജ്യ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N മണിലാൽ, H നവാസ് എന്നിവർ ക്ലാസ് എടുത്തു. കാർഷിക ഉൽപാദന മേഖലകൾ എടുത്താൽ അതിന്റെ ഏതാണ്ടൊരു പൂർണ്ണമായ നിലയിലേക്ക് എത്തപ്പെട്ടു എന്ന് വേണം പറയാൻ കഴിയും. ആ ഉൽപാദന മേഖലയെ അടിസ്ഥാനമാക്കി തന്നെ അതിന്റെ ബൈ പ്രോഡക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് പലപ്പോഴും നമ്മൾ കണക്കാക്കിയാണ്. കേരളത്തിന്റെ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പലതും അത് കേവലമായി ആ ഒരു ഉൽപ്പന്നത്തിലേക്ക് ഫസ്റ്റ് ഉൽപ്പന്നത്തിലേക്ക് മാത്രമായി നിൽക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. മാമ്പഴം കേരളത്തിൽ സുലഭമായി കിട്ടുന്ന കാര്യമാണ്. പക്ഷേ അതിന്റെ ഉൽപ്പന്നത്തിന്റെ മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന, വ്യവസായങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് പോവുകയാണ്. ഏറ്റവും പോയ അച്ചാറിൽ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു സാധ്യതകളെക്കുറിച്ചും കേരളം പൊതുവെ ആലോചിച്ച് പോയാൽ കാണാൻ പറ്റില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, മറ്റു പലതും അങ്ങനെയാണ്. കേരളത്തിന്റെ ഒരു സമ്പദ്ഘടനയുടെ വളർച്ചയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യവസായ രംഗത്തെ പുരോഗതി എന്നുള്ളത്. അത് ഏറ്റവും നന്നായി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വലിയൊരു നയപരമായ മാറ്റം തന്നെ കേരളത്തിലെ ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗവൺമെന്റും തൊട്ടു മുമ്പുള്ള ഗവൺമെന്റും വളരെ ശ്രദ്ധ പതിപ്പിച്ചൊരു കാര്യമാണ്. ഇവിടെ സംരംഭകർ തുടങ്ങിയവർ ഇവിടെ സന്നിഹിതരാണ്. ആരംഭിക്കാൻ താല്പര്യമുള്ളവരും ഈ സംഗമത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് അനുഭവങ്ങൾ വെച്ചുണ്ടായിരുന്നു.